ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും പോസിബിൾ ആണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ വർക്കഹോളിക്കാണ്, OCD ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത് സ്ലീപ്പിലാണ്. ഞാൻ ബുള്ളറ്റിൻസ് എടുക്കുന്ന എല്ലാം ലേറ്റ് നൈറ്റ് ആണ്. അവിടെ ചിലപ്പം നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് തറയിലേക്ക് കിടന്ന് ഒരു 10 മിനിറ്റ് ഉറങ്ങും, ഒരു ക്വിക്ക് നാപ്പ് എടുക്കും, 11 മണിയുടെ ബുള്ളറ്റിൻ വായിക്കും, തിരിച്ച് 12 ആകുമ്പോൾ വീട്ടിലെത്തും. എനിക്ക് എല്ലാം അടുക്കി പെറുക്കണം, എല്ലാം വൃത്തിയാക്കി ഞാനൊരു 2:30-3 ആകുമ്പോൾ ഞാൻ ഉറങ്ങും. 5-5:30 ആകുമ്പോൾ എഴുന്നേക്കും. എൻ്റെ ലങ് കപ്പാസിറ്റി 30% ആയിട്ട് കുറഞ്ഞു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഹീമോഗ്ലോബിൻ എപ്പോഴും ഡ്രോപ്പാണ്. അപ്പോൾ ബ്രീതിങ് ഇഷ്യൂസ് ആണ് മെയിൻലി വരുന്നത്. ഇവിടുത്തെ ഒരു സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. പൈലപ്പ് ചെയ്തതിൻ്റെ ഫയൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ഡോക്ടർ പറയാം, ഇയാൾ ഇപ്പോഴും വെയിറ്റ് കുറച്ചില്ലേ, ഗോ ആൻഡ് ഡു സം എക്സസൈസ്. 5:30 എഴുന്നേറ്റാലേ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എവിടെയാണ് കോംപ്രമൈസ് ചെയ്തേ? സ്ലീപ്പിൽ. ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, എൻ്റെ പ്രോബ്ലത്തിന് ഞാൻ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എനിക്കിവിടെ ഒരു ഡോക്ടേഴ്സും ഒരു ഹോസ്പിറ്റലും എൻ്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജേർണൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കയറി. ഞാൻ എന്ത് കഴിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് വാട്ട് മൈ മിസ്റ്റേക്സ് ആർ. എന്നിട്ട് ഞാനത് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 46 വയസ്സ് ആയപ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഹെൽത്തി പേഴ്സൺ. എൻ്റെ ബ്രീതിങ് ഡിഫിക്കൽട്ടി പിന്നെ ഇന്ന് വരെയും ടച്ച് വുഡ് എനിക്കതുകൊണ്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ബൈ കറക്റ്റിംഗ് മൈ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ്.